ഇന്ന് നമുക്ക് വേരിക്കോസ് വെയിൻ എന്നാന്ന് നോക്കാം. അതായത് വെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇമ്പ്യൂർ ബ്ലഡ് ഹാർട്ടിലോട്ട് കൊണ്ടുവരുന്നതാണ് വെയിൻ്റെ ഒരു ജോലി. ആർട്ടറി എങ്ങനെയാണ്? പ്യുവർ ബ്ലഡ് നമ്മുടെ ബോഡിയിലോട്ട് എത്തിക്കുന്നതാണ് ആർട്ടറി. ഈ വേരിക്കോസ് വെയിൻ ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ കാലയിലാണ്. അതെന്തുകൊണ്ടാണ് കാലയിൽ വരുന്നത്? അതായത് വെയിൻ്റെ ഫ്ലോ എങ്ങോട്ടാണെന്ന് നമ്മൾ ചിന്തിക്കണം. വെയിൻ്റെ ഫ്ലോ എപ്പോഴും എങ്ങോട്ടാണ്? ഹാർട്ടിലോട്ട് പോകുമ്പം കാലയിൽ നിന്ന് മുകളിലോട്ടായിരിക്കും, അപ്വേർഡായിട്ടായിരിക്കും ബ്ലഡ് ഫ്ലോ ചെയ്യേണ്ടത്. അപ്പം വെയിൻസിൽ വാൽവ്സ് ഉണ്ട്. ആ വാൽവ്സ് ഇൻകോമ്പിറ്റൻ്റ് ആകുന്ന സമയത്താണ് നമുക്ക് വേരിക്കോസ് വെയിൻ വരുന്നത്. അതായത് മുകളിലോട്ട് ബ്ലഡ് ഫ്ലോ നടക്കുന്നത് എങ്ങനെയാണ്? ആർട്ടറിയുടെ കേസിലാണെങ്കിൽ താഴോട്ടായിരിക്കും വരേണ്ടത്. അപ്പം വാൽവ്സ് ഡൗൺവേർഡ് ഡയറക്ഷനിലും വെയിൻ്റെ കേസിൽ വാൽവ്സ് അപ്വേർഡ് ഡയറക്ഷനിലും ആയിരിക്കും ഇരിക്കുന്നത്. ആർട്ടറിയുടെ കേസിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊണ്ട് ബ്ലഡ് താഴോട്ട് വന്നോളും. പക്ഷേ വെയിന് അങ്ങനെ ഒരു ഫോഴ്സ് ഇല്ല. അവിടെ ബ്ലഡ് ഹാർട്ടിലോട്ട് പമ്പ് ചെയ്യാനായിട്ടൊരു ഫോഴ്സ് ഇല്ല. അപ്പം എങ്ങനെയാണ്? നമ്മുടെ മസിലിൻ്റെ കൺട്രാക്ഷൻ മൂലമാണ് അത് ബ്ലഡ് മേളിലോട്ട് കൊണ്ടുപോകുന്നത്, വെയിൻസ്. അപ്പോൾ മസിൽ കൺട്രാക്റ്റ് ആവുകയും റിലാക്സ് ആവുകയും ചെയ്യുമ്പോഴത്തേനും ബ്ലഡ് ഫ്ലോ വെയിനിൽ നിന്ന് അപ്വേർഡ് ഡയറക്ഷനിലോട്ട് മൂവ് ആവും. അപ്പം ഈ മൂവ് ആവുന്ന ബ്ലഡ് താഴോട്ട് വരാതിരിക്കാനായിട്ട് അവിടെ എന്തുണ്ട്? വാൽവ്സ് ഉണ്ട്. അപ്പം വെയിൻ്റെ വാൽവ്സ് എപ്പോഴും അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും. ഈ വാൽവ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ തകരാറോ ഒക്കെ വരുമ്പോഴത്തേനും അപ്വേർഡ് ഡയറക്ഷനിലിരിക്കുന്ന വെയിൻ്റെ വാൽവ്സ് ഇങ്ങനെ ഡൗൺവേർഡ് ഡയറക്ഷനിലോട്ട് പോകും. ഡൗൺവേർഡായിട്ടിരിക്കും വാൽവ്. ഇതിപ്പോൾ വാൽവാണെങ്കിൽ വാൽവ് ഇങ്ങനെയായിരിക്കും വെയിൻ്റെ കാര്യത്തിൽ ഇരിക്കുന്നത്. അപ്പം വാൽവിന് കംപ്ലൈൻറ്റ് വരുമ്പോൾ ഇതിങ്ങനെ താഴോട്ടാവുമ്പോഴത്തേനും ബ്ലഡ് ഫ്ലോ എങ്ങോട്ടാണ്? മുകളിലോട്ട് പോവാതെ താഴോട്ട് വരും. എന്നിട്ട് കാലിലെ വെയിൻസിൽ വന്ന് ആ ഇമ്പ്യൂർ ബ്ലഡ് കെട്ടിക്കിടക്കും. ഇത്രയേ ഉള്ളൂ ചുരുക്കി പറഞ്ഞ വേരിക്കോസ് വെയിന്. ഇനി കെട്ടിക്കിടക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ പ്രഷർ കൂടും. പ്രഷർ കൂടിയിട്ട് ചെറിയ വെയിൻസൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ട് ബ്ലഡ് സറൗണ്ട് ആയിട്ടുള്ള ടിഷ്യൂവിലോട്ട് ലീക്കായി കഴിയുമ്പം അവിടെ എന്താ സംഭവിക്കും? ബ്ലഡിൻ്റെ അകത്ത് ഹീമോഗ്ലോബിൻ ഉണ്ടല്ലേ, ഹീമോഗ്ലോബിൻ ബ്രേക്ക് ഡൗൺ ആയിട്ട് ഹീമോസിഡ്രിൻ ആവും. അങ്ങനെ കാലയിൽ വേരിക്കോസ് വെയിൻ ഉള്ളവരുടെ കാലയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ബ്രൗൺ കളറിൽ കാലെപ്പോഴും ഇരിക്കും. അത് ഹീമോസിഡ്രിൻ കാരണമാണ്. ഇത് ബ്ലഡ് ലീക്കായി അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുന്നതുകൊണ്ടാണ് അവരുടെ കാല് ബ്രൗൺ കളറിൽ ഇരിക്കുന്നത്. ഇനി ആ ഭാഗം എപ്പോഴും ഒരു ടൈറ്റായിട്ട് ഒക്കെ ഇരിക്കുന്ന കാണാൻ പറ്റും. ഒരു ടൈറ്റായിട്ട് ഭയങ്കര തിന്നായിട്ടിരിക്കുന്ന കാണാം വേരിക്കോസ് വെയിൻ ഉള്ളവരുടെ. പിന്നെ ഇത് വേരിക്കോസ് വെയിൻ ഏറ്റവും കൂടുതൽ വരാനുള്ള ചാൻസ് ഏജ് കൂടുമ്പോഴത്തേനും വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫാമിലി ഹിസ്റ്ററി നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ പ്രഗ്നൻസിയിൽ എന്താ സംഭവിക്കുന്നത്? പ്രഗ്നൻസിയിൽ വയറിങ്ങനെ വീർത്ത് വരുമ്പോഴത്തേനും ഹാർട്ടിലോട്ട് ഇമ്പ്യൂർ ബ്ലഡ് കൊണ്ടുവരുന്ന ഏതൊക്കെ ഇതാണ് ഇമ്പ്യൂർ ബ്ലഡ് കൊണ്ടുവരുന്നത്? സുപ്പീരിയർ വീന കേവ, ഇൻഫീരിയർ വീന കേവ. സുപ്പീരിയർ വീന കേവ മേളിലത്തെ, ഇൻഫീരിയർ വീന കേവ താഴത്തുനിന്നുള്ള ഇമ്പ്യൂർ ബ്ലഡും ഹാർട്ടിലോട്ട് കൊണ്ടുവരുന്നതാണ്. അതിൽ ആരായിരിക്കും കംപ്രസ് ആവുന്നത്? സുപ്പീരിയർ ആയിരിക്കുമോ ഇൻഫീരിയർ ആയിരിക്കുമോ? പ്രഗ്നൻസിയിൽ താഴെ നില മേളിലോട്ട് കംപ്രഷൻ വരുന്നത് ഹാർട്ടിൻ്റെ അങ്ങോട്ട്. അപ്പം ഇൻഫീരിയർ വീനേക്കവ അവിടെ കംപ്രസ് ആവും. എന്നിട്ട് അത് ഇൻഫീരിയർ വീനേക്കവയ്ക്ക് കംപ്രഷൻ വരുമ്പോൾ അത് വെയിൻസിലോട്ട് പാസ്സായി താഴെയുള്ള ചെറിയ വെയിൻസിലോട്ടും ഒക്കെ പാസ്സായി വന്നിട്ട് അവിടെ പ്രഷർ കൂടും. അങ്ങനെ വേരിക്കോസ് വെയിൻ പ്രഗ്നൻസിയിൽ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഏജ്, ഫാമിലി ഹിസ്റ്ററി, പ്രഗ്നൻസി, പിന്നെ ഒബീസിറ്റി, അതായത് വണ്ണം കൂടുതലുള്ള ആൾക്കാർക്ക് ആ വെയിറ്റ് ഈ വെയിനയിലോട്ടും കൂടെ വന്ന് പ്രഷർ ഇതാവുമ്പോഴത്തേനും അവിടെ വാൽവ്സ് ഇൻകോമ്പിറ്റൻ്റ് ആയിട്ട് അവിടെ വേരിക്കോസ് വെയിൻ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേരിക്കോസ് വെയിൻ ഉള്ളവർ കാല് ഹാർട്ട് ലെവലിൽ നിന്ന് എബോ ആയിട്ട് പൊക്കി വയ്ക്കുക. പിന്നെ ലോങ് സ്റ്റാൻഡിങ് അവോയ്ഡ് ചെയ്യുക, ഒത്തിരി നേരം നിൽക്കരുത്. പിന്നെ ഇലാസ്റ്റിക് സ്റ്റോക്കിങ്സ് അപ്ലൈ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. പിന്നെ പൊക്കി വെക്കണം എന്ന് പറയുന്നതിന് നേരെ ഓപ്പോസിറ്റ് തന്നെ തൂക്കിയിടരുത്. കാലിങ്ങനെ ഡാംഗ്ലിങ് ചെയ്യരുത്, തൂക്കി ഇടരുത്. ഇതിൻ്റെ സിംറ്റംസ് എന്നൊക്കെയാണ്? എഡീമ വരും. പിന്നെ നമ്മുടെ ലെഗിൽ എപ്പോഴും ഒരു ഫുൾനെസ് ആയിട്ടുള്ള ഫീലിംഗ് ആയിരിക്കും. കാരണം വെച്ചാൽ ലെഗയിൽ
ഇങ്ങനെ വന്ന് കെട്ടിക്കിടക്കുമല്ലേ, അപ്പം നമുക്ക് എപ്പോഴും ഒരു ഫുള്ളായിട്ടുള്ള കാലെപ്പോഴും നിറഞ്ഞിരിക്കുന്ന ഒരു ഫീലിങ്സ് വരും. പിന്നെ കുറേ നേരം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പെയിൻ വരും, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ വരും. നമുക്ക് വേരിക്കോസ് വെയിൻ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആ ടെസ്റ്റിനെ പറയുന്നതാണ് ടെൻഡൻബർഗ് ടെസ്റ്റ് എന്ന്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ എവിടെയെങ്കിലും നേരെ കിടക്കുക, എന്നിട്ട് നമ്മുടെ 2 കാലും പൊക്കി പിടിക്കുക. പൊക്കി പിടിക്കുമ്പോൾ എന്നാ സംഭവിക്കും? വേരിക്കോസ് വെയിൻ ആണെങ്കിൽ വെയിനയിലെ താഴത്തെ ലെഗയിലുള്ള വെയിനേന്ന് ഇമ്പ്യൂർ ബ്ലഡ് എല്ലാം കൂടെ മേളിലോട്ട് ഫ്ലോ ചെയ്ത് വരും. അപ്പോഴത്തേനും ആ ചുക്കി ചുളുങ്ങി കിടക്കുന്ന വേരിക്കോസ് വെയിനെല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് നേരെയാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ കാല് താത്തുമ്പോഴത്തേനും മേളിലോട്ട് കയറിപ്പോയ ബ്ലഡെല്ലാം അവിടെ വാൽവ്സ് ഇൻകോമ്പിറ്റൻ്റ് ആയതുകൊണ്ട് അതേപടി ഇട്ടിപ്പേന്ന് താഴോട്ട് വരും. അന്നേരത്തേനും ആ പഴയ പൊസിഷനിലോട്ട് തന്നെ ആവും. അങ്ങനെ നമുക്കിത് കണ്ടുപിടിക്കാം. ഇത്രയേ ഉള്ളൂ ചുരുക്കി വേരിക്കോസ് വെയിൻ.